കൂടുന്നു, ആൾക്കാർ ഞാൻ രേണുകയിലേക്ക് മൈക്ക് കൈമാറുകയാണ്. രേണുക, ആരാണ് അതിഥികൾ? നമുക്ക് സ്പെയിനിൽ നിന്ന് വന്ന കുറച്ച് വിദേശ വ്യക്തികളുണ്ട്. അവർ കേരളത്തിൽ ആദ്യമായിട്ടാണ്, തൃശ്ശൂർ പൂരത്തിൽ ആദ്യമായിട്ടാണ്, പക്ഷെ അവർ ഇന്ത്യയിൽ 2 തവണ വന്നിട്ടുണ്ട്. I think you are Spain. I'm from Spain. Spain. Are you? What's your name? Casiano. My name is Casiano. Olga. This is the first visit of the Thrissur Puram. It's a very nice place to go to come. Do you know the history of Thrissur Puram? No. I que no lo entiendo. He was asking about the history of the Thrissur Puram. The historia? La historia, no. I don't know. Es que no entiendo nada. I just say one word in Malayalam. Puram Ashamsagal. Just say that. Puram Ashamsagal. Ashamsagal. Sagal. Puram Ashan Sagal. Kerala Vision Newsinde. Kerala Vision Day. It's a travel language for me. Okay. Kerala Vision Newsinde. Puram Ashamsagal. Venga, te toca a ti. Puram Ashamsagal. അതെ, ഏകദേശം നമ്മുടെ ഈ റായും ലായും പറയാൻ ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും അവരാൽ കഴിയുന്ന രീതിയിൽ കേരള വിഷൻ ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരു വിദേശികളുടെ അല്ലെങ്കിൽ തൃശ്ശൂർ പൂരം കാണാനെത്തിയ വിദേശികളുടെ ഒരു പൂരം ആശംസകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രത്തോളം ആളുകൾ എത്തിച്ചേരുകയാണ് ഈ ഓരോ വർഷവും പൂരത്തിന് പുതുതായി ആളുകൾ. ആക്ച്വലി each year the number is increasing. According to last year it was 14 lakh people had gathered here for Thrissur Puram. In this year our minister said that it's about more than 20 lakh people will gather in this year. Actually from foreign countries also, you are also gathering for this special occasion. It's a great honor to meet you and Thrissur Puram. I think Thank you so much. We are enjoying in Spain. Bueno, en España, ¿no? Aquí. This place. Yeah. I enjoy. It's very nice place. It's fantastic. Thank you, sir. തൃശ്ശൂർ പൂരത്തിന്റെ ആവേശത്തിൽ എല്ലാവരും എന്തായാലും തൃശ്ശൂർ പൂരത്തിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. എന്തായാലും അവരും ആദ്യമായിട്ടാണ് തൃശ്ശൂരിലെത്തുന്നത്. കേരളത്തിൽ എവിടുന്നായിരുന്നു? സ്പെയിനിൽ നിന്നാണ്. അപ്പം അവർക്ക് കുറച്ച് പതുക്കെ സംസാരിച്ചാലേ മനസ്സിലാവുന്ന. അത് സ്പെയിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാജ്യങ്ങളുടെ ഒരു പ്രത്യേകതയും കൂടിയാണ്. കാരണം അവര് ഇംഗ്ലീഷിനേക്കാളും കൂടുതൽ അവർ പഴകി ശീലിച്ചത് എന്ന് പറയുന്നത് അവരുടെ തദ്ദേശീയമായിട്ടുള്ള ഭാഷയാണ്. അപ്പോൾ അവർക്കും എന്നിട്ടും അപ്പൊ ആ ഒരു ഭാഷ തടസ്സമുണ്ടായിട്ടും എന്തുകൊണ്ട് അവർ തൃശ്ശൂരിലേക്ക് എത്തിയെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം വിദേശ വനിത പോലും ധരിച്ചിരിക്കുന്നത് ഒരു കേരളീയ വേഷമാണ്, മുല്ലപ്പൂ ഒക്കെ ചൂടി ഒരു കേരളീയ കോസ്റ്റ്യൂം. അപ്പൊ അവർ തൃശ്ശൂർ പൂരത്തിന്റെ ഒരു ആവേശം അല്ലെങ്കിൽ തൃശ്ശൂർ പൂരത്തിൽ എങ്ങനെയാണ് ഭാഷാതീതമാണ് തൃശ്ശൂർ പൂരം എന്നുള്ളത് വ്യക്തമാകും. ഓരോ കേരളീയ വേഷമൊക്കെ ധരിച്ച് എന്തായാലും തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമാകാൻ വന്നിരിക്കുന്നു. അവർ തൃശ്ശൂർ പൂരത്തിനെ പറ്റി അറിയില്ല, ആദ്യമായിട്ടാണ് വന്നത്, രാജസ്ഥാനിലേക്ക് വന്നതാണ്. അപ്പോഴാണ് തൃശ്ശൂർ പൂരത്തിന് പൂരം നടക്കുന്നുണ്ട് എന്നറിഞ്ഞത്. കൃത്യസമയത്താണ് എത്തിയത്. അതായത് രാജസ്ഥാനിലെത്തിയപ്പോ അങ്ങറ്റത്ത് വെള്ളരിക്ക പോലെ പടർന്നു കിടക്കുന്ന ഒരു സംസ്ഥാനമുണ്ട്. ആ സംസ്ഥാനത്തിലൊരു പരിപാടിയുണ്ട്.